കോഴിക്കോട് വടകരയിൽ ബൈക്ക് യാത്രികനെ തട്ടിക്കൊണ്ടുപോയി 9 ലക്ഷം രൂപ കവർന്നുവെന്ന പരാതി. നടക്കുതാഴി സ്വദേശി ഇബ്രാഹിമാണ് 3-അംഗ സംഘത്തിന്റെ കവർച്ചയ്ക്കിരയായത്. കാറിൽ വെച്ച് മർദ്ദിച്ചുവെന്നും ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ചുവെന്നും പരാതിയിൽ പറയുന്നു. നിഖിൽ പ്രമേഷ് കോഴിക്കോട് നിന്ന് ചേരുകയാണ്. നിഖിൽ, എന്താണ് സംഭവിച്ചത്? പോലീസ് കേസെടുത്തിട്ടുണ്ടോ? കോഴിക്കോട് വടകരയിൽ ബൈക്ക് യാത്രികനെ തട്ടിക്കൊണ്ടുപോയി 9 ലക്ഷം രൂപ കവർന്നുവെന്നാണ് പരാതി. നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട്. നിഖിൽ, കേൾക്കാമോ? എന്താണ് സംഭവിച്ചത്? 9 ലക്ഷം രൂപയാണ് കവർന്നിരിക്കുന്നത്. ഇയാളുടെ കൈവശം പണമുണ്ടെന്നറിയുന്ന ആളുകളാണോ ഇതിന് പിന്നിൽ? എന്താണ് സംഭവിച്ചത്? തീർച്ചയായിട്ടും പ്രവിത, ഇന്നിപ്പോൾ ഈ എടച്ചേരിയിൽ വെച്ചാണ്, വടകര എടച്ചേരിയിൽ വെച്ചാണ് ബൈക്ക് യാത്രികനെ കാറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോവുകയും 9 ലക്ഷം രൂപ കവരുകയും ചെയ്തത്. നടക്കുതാഴെ സ്വദേശി ഇബ്രാഹിമിനെയാണ് കവർച്ചയ്ക്കിരയാക്കിയത്. തലശ്ശേരിക്കുള്ള യാത്രക്കിടെ കാർ അദ്ദേഹത്തിന്റെ മുന്നിൽ നിർത്തി ഇബ്രാഹിമിനെ ബലമായി കാറിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്നു. ഈ കാറിൽ വെച്ച് മർദ്ദിക്കുകയും കഴുത്തിൽ അമർത്തി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. ഈ മാസ്ക് ധരിച്ചാണ് ഈ 3 പ്രതികളും എത്തിയത് എന്നുള്ളതുകൊണ്ട് തന്നെ ഇവരുടെ മുഖം ഇയാൾക്ക് വ്യക്തമായി മനസ്സിലായിട്ടില്ല. എന്തായാലും ഈ ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നത് ഹവാല പണമാണോ എന്നുള്ളൊരു സംശയം അന്വേഷണ സംഘത്തിലുണ്ട്. പോലീസ് ഇക്കാര്യം അന്വേഷിച്ചു പോരുകയാണ്. ശരി, നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.